എൻ്റെ ഒരു വ്യൂവേഴ്സ് സജില മൊയ്തീന് വേണ്ടിയാണ് ഈ ഗീ കേക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. ബട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന കേക്കിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകും. എന്നാൽ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗീ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയത് മൈദ 1 കപ്പ്, നെയ്യ് 1/2 കപ്പ്, മുട്ട 1 പഞ്ചസാര 3/4 കപ്പ്, ഉപ്പ് 1 നുള്ള, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പാല് 1/4 കപ്പ്, വാനില എസൻസ് 3/4 ടീസ്പൂൺ, തൈര് അല്ലെങ്കിൽ മോര് 1/3 കപ്പ്. ആദ്യം മൈദയിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊന്ന് അരിച്ചെടുത്താലും നല്ലതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കുക. ഇനി ഒരു വലിയ ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് നെയ്യും പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നെയ്യുടെ മഞ്ഞ കളർ മാറി ലൈറ്റ് ക്രീം കളർ ആവുകയും നല്ല ഫ്ലഫി ആവുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇലക്ട്രിക് ബീറ്റർ ഹൈ സ്പീഡിൽ ഇട്ട് ചെയ്യുക. ഇനി ഇതിലോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ മിക്സ്ചർ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒരു സ്പാച്ചുല വെച്ച് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദ മുഴുവൻ ഇട്ട് കൊടുത്ത് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഗീ കേക്കിന്റെ ബാറ്റർ റെഡിയായി. ബട്ടർ തേച്ച് ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോഫ് പാൻ ആണത്. ഇതിലോട്ട് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഇങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ 30 to 40 മിനിറ്റ്സ് വരെ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഓരോ ഓവന്റെയും ടെമ്പറേച്ചറിന് വ്യത്യാസമുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഇട്ട് നടുഭാഗം കുത്തി നോക്കുമ്പോൾ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വരികയെന്നത് വരെ ഇത് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ചൂട് മാറി തണുത്ത കേക്കാണ്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ അതിൻ്റെ ആ രുചിയും മണവും ഒക്കെ കിട്ടുകയുള്ളൂ. ചായയുടെയും കോഫിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കേക്കാണ്. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.